ഗൾഫിൽ ചെറിയ പെരുന്നാൾ വെള്ളിയാഴ്ച, സൗദിയിൽ ശവ്വാൽ മാസപ്പിറ ദൃശ്യമായില്ല. ഒമാനിൽ തീരുമാനം നാളെ. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, മാസപ്പിറ കണ്ടില്ല അല്ലേ? അനീഷ, ഇന്നിപ്പോൾ വൈകിട്ട് വരെ സൗദിയിൽ എവിടെയും മാസപ്പിറ ദൃശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പെരുന്നാൾ വെള്ളിയാഴ്ച ആയിരിക്കുമെന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഒരു തീരുമാനം. അത് സൗദി സുപ്രീം കോടതിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം ഒമാനിൽ ഇന്നിപ്പോൾ 28ാമത്തെ നോമ്പാണ്. അതുകൊണ്ട് തന്നെ നാളെയായിരിക്കും മാസപ്പിറവി നിരീക്ഷണം ഉണ്ടാവുക. ഗൾഫ് രാജ്യങ്ങളിലുടനീളം യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലവും ആക്രമണ ഭീതികളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈദ്ഗാഹുകൾ, അതായത് പൊതു മൈതാനങ്ങളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നമസ്കാരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ ഖത്തറും ബഹ്റൈനും യുഎഇയും എല്ലാം തന്നെ അറിയിച്ചിരുന്നു. സൗദി അറേബ്യയിൽ മഴയുടെ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സൗദി അറേബ്യയിലും ഈദ്ഗാഹുകൾ ഉണ്ടാകില്ല, പകരം പള്ളികളിലായിരിക്കും പെരുന്നാൾ നമസ്കാരം എന്നും അറിയിച്ചിട്ടുണ്ട്. 30 ദിവസത്തോളമാണ് സാധാരണ രീതിയിൽ വ്രതാനുഷ്ഠാനം വിശ്വാസികൾക്ക് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത്തവണ സാധാരണ രീതിയിൽ 29ഒക്കെയാണ് കിട്ടാറുള്ളതെങ്കിലും ഇത്തവണ 30ഉം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സൗദി ഉൾപ്പെടെ ഒമാൻ ഒഴികെയുള്ള മറ്റു GCC രാഷ്ട്രങ്ങളെല്ലാം തന്നെ റമദാൻ പൂർത്തിയാക്കുക. ഏതായിരുന്നാലും പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം ഇതിന്റെ ഒരു പശ്ചാത്തലം, യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സൗദിയിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന്റെ ഒരു നിഴലിൽ കൂടിയാണ് ഇത്തവണ പെരുന്നാൾ എത്തുന്നത്. അനീഷ.